അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. അതൊന്നും ചോദിച്ചിട്ട് ക്രിറ്റിസിസത്തിന് വരരുത്. യു മസ്റ്റ് ബി സ്ട്രൈറ്റ്. ഓക്കെ, മതം മതം എന്ന് പറഞ്ഞിട്ട് എല്ലാം മതം. ഹിന്ദു എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിമാ ക്രിസ്ത്യാനിയാ? എങ്ങനെയാണ് ഗുരുവായൂരിന്റെ ഒരു സ്പന്ദനം എന്ന് അറിയാനും ഒക്കെ വേണ്ടി എത്തിയതാണ്. നമ്മൾ എത്തുമ്പോൾ തന്നെ കദളിക്കുലയുമായി BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് ഗോപാലകൃഷ്ണനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഗുരുവായൂരപ്പന് കൊടുക്കാനുള്ളതാണോ? ഗുരുവായൂരപ്പന് കൊടുക്കാനായിട്ട് ഭഗവാന് കദളിക്കുല സമർപ്പിച്ചിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വീണ്ടും ഇറങ്ങണം. ഭഗവാന് സമർപ്പിക്കാൻ എനിക്കല്ലേ പറ്റൂ, ബാക്കി 2 സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ സമർപ്പിക്കണ്ടേ? അപ്പോൾ അത് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഇത് തെരഞ്ഞെടുപ്പിനുള്ള കൈക്കൂലിയാണോ? കൈക്കൂലി എന്ന് പറയുന്നത് ഭഗവാന് കൊടുക്കാൻ പറ്റുമോ? ഭഗവാൻ ഇങ്ങോട്ടാണ് തരണ്ടേ. നമ്മൾ ഭഗവാന് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ എല്ലാം സമർപ്പിച്ചിട്ടുള്ളതാണ്. കൈക്കൂലി കൊടുക്കുന്നത് ചില കാര്യങ്ങൾ കുറച്ച് കൊടുക്കുമ്പോഴല്ലേ. നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭഗവാന് കൊടുക്കുന്ന കൈക്കൂലി നമ്മളെ തന്നെയാണ്. അത് നമ്മൾ സമർപ്പിക്കപ്പെട്ടത്. എല്ലാ മാസവും ഇവിടെ വന്ന് ശയനപ്രദക്ഷിണം എടുക്കുന്ന ആളാണ് ഞാൻ. എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുത് ഭഗവാന് കദളിക്കുല കൊടുക്കുന്നതാണ്. എന്നെ ഇവിടം വരെ എത്തിച്ചത് ഗുരുവായൂരപ്പനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താൻ പാതി ദൈവം പാതി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ടെൻഷനൊക്കെ പകുതി ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാം ഗുരുവായൂരപ്പൻ നോക്കുമോ? താൻ പാതി ദൈവം പാതി എന്നല്ല, താനില്ല, ഒക്കെ ഭഗവാനാണ്. അതാണ് എൻ്റെ ഇതൊന്നും പിടിക്കും. എങ്ങനെയാ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ കാണുന്നത്? നല്ല അന്തരീക്ഷമാണ്. വേറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ഒരു വൈകാരികമായ ഭാവം ഞാൻ കണ്ടിട്ടില്ല. പലതുകൊണ്ടും വൈകാരികമായ ഭാവമാണ് അത്. ഞാൻ ഉയർത്തിയ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ന്യൂസ് 80യോട് ഞാനൊരു തിരിച്ചൊരു ചോദിക്കാം. കുറച്ച് നേരമായില്ലേ ഈ അമ്പലത്തിന് മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? അമ്പലത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് മുമ്പ് മൂക്ക് പൊത്തിയില്ലേ? എന്നോട് തന്നെ പറഞ്ഞില്ല, അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതെന്താ കാരണം? ഇവിടെ മാലിന്യമാണ്. ഇവിടെ ഒഴുകുന്നത് മാലിന്യത്തിൻ്റെ, ഈ നാട്ടിലുള്ള മുഴുവൻ, ഇവിടെയുള്ള ഈ ഗുരുവായൂരുള്ള മുഴുവൻ മാലിന്യവും ഈ ഭഗവാൻ ഇരിക്കുന്ന ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഒഴുകുകയാണ്. അതിനകത്തൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല. അപ്പം നാറിയിട്ട് വയ്യ. മൂക്ക് പൊത്തിയിട്ടാണോ ഭഗവാൻ ഇരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നന്നാക്കണം. ഇതിനെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരണം. ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ അഴുക്കുചാൽ പദ്ധതി അത് ട്രീറ്റ്മെൻറ്റ് നടത്തി ഭേദാക്കണം. ഇവിടുത്തെ കുടിവെള്ളം ശരിയാക്കണം. ഇവിടുത്തെ ഈ ദുർഗന്ധം മാറ്റണം. ഇവിടുത്തെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം അവിടെ കയറി ആ കംഫർട്ട് സ്റ്റേഷൻ ഒന്ന് നോക്കണം. ഈ ലോകത്തുനിന്ന് വരുന്ന പാവപ്പെട്ട സ്ത്രീകൾ, നാട്ടിലെ ജനങ്ങൾ, ഭക്തജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ആ കംഫർട്ട് സ്റ്റേഷൻ. വെള്ളമില്ല അതിനുള്ളിൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഏതോ 2-3 ഭക്തന്മാർ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ വെള്ളമില്ല. ആ കംഫർട്ട് സ്റ്റേഷൻ വൃത്തിഹീനമാണ്. അപ്പോൾ ഇവിടെ ദുർഗന്ധമാണ്. ഇതൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ വർഗീയമാണ്. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഇതല്ലല്ലോ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണൻ ഇതല്ല പറഞ്ഞത്. ഇത് പറഞ്ഞാൽ ആരും വർഗീയതയാണെന്നൊന്നും പറയില്ല. ഇതല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്നതുകൊണ്ടാണ് ഗുരുവായൂർ ചർച്ചയാകുന്നത്, ഗോപാലകൃഷ്ണൻ ചർച്ചയാകുന്നത്. അല്ല, ഞാൻ ഇതും പറയുന്നുണ്ടല്ലോ. അതേ നിൽക്കുന്നൊക്കെ ഭക്തജനങ്ങളാണ്. എനിക്കൊരു ബന്ധമില്ല. അവരെന്നെ കണ്ടപ്പോൾ നിന്നതാണ്. രാവിലെ തൊട്ട് ഇന്ന് രാവിലെ വന്ന് അവിടെ ക്യൂ നിൽക്കുന്നതാണ്. നാളെ രാവിലെയാണ് ഇവർക്ക് ദർശനത്തിന് സമയം കിട്ടുക. ഒരു കപ്പ് ചായ ഇവർക്ക് കൊടുത്തൂടെ? ഒരു കപ്പ് വെള്ളം ഇവർക്ക് കൊടുത്തൂടെ? ഇതൊന്നും കൊടുക്കില്ലല്ലോ. അവസാനം ഇങ്ങനെ വന്ന് നാളെ രാവിലെ നടയുടെ മുമ്പിൽ ഭഗവാനെ കാണാൻ നിൽക്കുമ്പോൾ ഒറ്റത്തള്ള പോ മതി. ഇതെന്തോ ഏർപ്പാട്? ഇതൊക്കെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൽ അതിൻ്റേതായ ഒരു അന്തസ്സ് വേണം. ആ അന്തസ്സിൽ അതേ നിങ്ങൾ നോക്കൂ. ആ ഭാഗത്ത് നിൽക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് അതിൻ്റെ അടിഭാഗം മുഴുവൻ നിങ്ങൾ എടുക്കണമെന്നേ. അതിൻ്റെ അടിഭാഗം മുഴുവനും ഈ പക്ഷികൾ കാഷ്ടമിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നാറ്റമാണ് ഈ സൈഡിലേക്ക് വരുന്നത്. ഒരു ഭാഗത്ത് അടിയിൽ ദുർഗന്ധം. അപ്പോൾ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിനോട് താല്പര്യമുള്ള ആളുകൾ ഇവിടെ MLA ആവണം. ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ MLA ആയിട്ട് എന്താ ചെയ്യാം? അല്ല, ഗുരുവായൂരിന്റെ വികസനം, ഇനിയും വേണ്ട വികസനം, കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അത് ഗോപാലകൃഷ്ണൻ പറയാം. പക്ഷെ അത് ഈ വർഗീയ പരാമർശമായി മാറുമ്പോഴല്ലേ? നമ്മളുടെ കേരളം എന്ന് പറയുന്നത് വർഗീയതയ്ക്ക് ഇടമില്ലാത്തൊരു സ്ഥലമല്ലേ? അതിനെ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടാനാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നതെന്നാണ് മറ്റ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. ഞാൻ പറഞ്ഞ വർഗീയത ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്. എന്താണ് വർഗീയത? ഞാൻ എന്തെങ്കിലും വർഗീയത പറഞ്ഞോ? ഇപ്പൊ പറഞ്ഞതല്ല. MLA മാരുടെ മതം പറയുന്നു. ചാവക്കാട് ഇപ്പം ഏറ്റവും ഒടുവിൽ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് എന്താണ്? അത്
ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഈ ഗുരുവായൂരിലെ രാഷ്ട്രീയ ചരിത്രമല്ലേ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ന്യൂസ് 80 അവതാരകരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ രേണുവിൻ്റെ പേരുണ്ടാവില്ലേ? അതേപോലെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ 1980 ശേഷം വന്ന MLA-മാരുടെ പേര് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പേരെഴുതി വെച്ചാൽ എന്ത് രാഷ്ട്രീയം? ആ പേരെഴുതി വെച്ചിരിക്കുന്ന രാഷ്ട്രീയമാണ്. അതിലെന്ത് വർഗീയത? ഇവരൊക്കെ MLA-മാരല്ലേ? നാട്ടുകാർ ചോദിച്ചു തുടങ്ങി എന്താണ് വർഗീയത. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മതമോ ജാതിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് സ്ഥാനാർത്ഥിയുടെ ആയാലും പറയാൻ പാടില്ല, മറ്റ് നിങ്ങൾ വോട്ട് തേടുന്നവരുടെ ആയാലും പാടില്ല. ഇതൊക്കെ കൃത്യമായി ഈ ചട്ടത്തിൽ പറയുന്നതാണ്. 123 അറിയാത്ത ആളൊന്നും അല്ലല്ലോ ഗോപാലകൃഷ്ണൻ. ആ ഫ്ലെക്സിൽ മതമുണ്ടോ? ആ ഫ്ലെക്സിൽ ഖാദർ മുസ്ലിം, ഹസൻ മുസ്ലിം അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ആ ഫ്ലെക്സിനകത്ത് മതം ഉണ്ടെങ്കിൽ പറ. BJP-യുടെ മറ്റേ ഞങ്ങളുടെ ഫ്ലാഗിൻ്റെ ചിത്രം ഞങ്ങളുടെ ഫ്ലാഗിൻ്റെ ബേസ് എന്ന് പറയുന്നത് പച്ചയും കാവിയാണ്. അതേ പച്ചയും കാവിയിലാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് MLA-മാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മതം എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് മതം തോന്നുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാന്നേ? എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു കപ്പ് ചായ എന്താ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് വർഗീയത. ഗോപാലകൃഷ്ണൻ ഉണ്ടാകാൻ പാടില്ല. ബാക്കി ആളുകൾക്ക് ചെയ്യാം അല്ലേ? മതേതരത്വമാണ് കേരളത്തിൻ്റെ മഹത്വം എന്നാണല്ലോ പറഞ്ഞേ. മതേതരത്വമാണ് കേരളത്തിൻ്റെ മഹത്വം. പിന്നെ എങ്ങനെ 50 വർഷം അടി കുത്തക? ഇതിന്റെ കൂടെ 50 വർഷത്തെ അവഗണന ഇത് മാറണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവഗണന എന്താണെന്നാണ് ആ ലിസ്റ്റിൽ നിന്ന്. ഈ MLA-മാരുടെ പേര് വെച്ചിട്ട് അതിനു മുൻപ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അന്തരീക്ഷത്തിലുള്ളതാണല്ലോ. ഹിന്ദു MLA പരാമർശം നടത്തിയത് ഗോപാലകൃഷ്ണനാണല്ലോ. അതിൽ കേസെടുത്തിട്ടുണ്ടല്ലോ. കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ ഈ MLA-മാരുടെ ലിസ്റ്റ് താങ്കൾ ചാവക്കാട് വെക്കുന്നത്. ഇത് ഈ അവഗണന മാറണം എന്നതാണല്ലോ അതിൽ താങ്കൾ പറഞ്ഞിട്ടുള്ളത്. വിഷയമല്ലാതാവുന്ന എങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ? അത് താങ്കൾക്ക് വേണമെങ്കിൽ 6 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും വകുപ്പുകൾ ഉള്ള കാര്യമാണല്ലോ. അതിൽ താങ്കൾ ഇങ്ങനെ ഇത്ര പേടിയില്ലാതെ നിൽക്കുന്നത് സീല് അവിടെ ഇരിക്കുന്നതിന്റെ ബലമാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ്? അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്, അത് വലിയ വിവാദമാണ്. അപ്പോൾ ആളുകളിൽ സംശയം ഉണ്ടാക്കും താങ്കൾ ഇങ്ങനെ ഒരു പേടിയില്ല എന്ന് പറയുമ്പോൾ. ഒരു ഭയമില്ല. കാരണം ഭയപ്പെടുന്നത് ആരാ? തെറ്റ് ചെയ്യുന്നവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് നിയമം അറിയാന്നേ. ഞാൻ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. 6 വർഷത്തേക്ക് എന്നെ ഡീബാർ ചെയ്യും. തൂക്കിക്കൊല്ലില്ലല്ലോ, കൊല്ലോ. സത്യം പറയുന്നതിനെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ ആ തൂക്ക് കയറി കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സത്യമല്ലാത്ത അസത്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഡീബാർ ചെയ്താലും കുഴപ്പമില്ല, ഇത് പറയും. ഞാൻ സത്യം പറഞ്ഞാൽ ഡീബാർ ചെയ്യുമെങ്കിൽ ആ നിയമം ഒന്ന് അറിയണമല്ലോ ഒന്ന്. ഇവിടെ 50 കൊല്ലമായിട്ട് വന്നിട്ടുള്ള ഏതാണ് MLA-മാരെന്ന് അവിടെ ഒരു ഫ്ലെക്സ് എഴുതി വെച്ചാൽ അതിലെന്താ തെറ്റ്? അതിനെപ്പറ്റി ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അത് രാഷ്ട്രീയമല്ലേ? നമ്മൾ മതം പറഞ്ഞും ജാതി പറഞ്ഞും വോട്ട് പേടിക്കരുത് എന്ന നിയമമുള്ള നാട്ടിലാണ്. മാത്രവുമല്ല കേരളം ഒരു മതനിരപേക്ഷ നാടാണ്. നമ്മുടെ നാടിനെ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നതിനാണ് ഗോപാലകൃഷ്ണൻ എന്താ കേരളത്തിന്റെ യോഗിയാവാനാണോ ശ്രമിക്കുന്നത്? ഞാൻ താക്കറയാവാൻ ശ്രമിക്കുന്നതാണ് കുറേ ആൾക്കാർ പറയണേ. ഇതിലെ ഇതിനകത്തൊരു മതമില്ലെന്നേ. ആ ഫ്ലെക്സ് ബോർഡിൽ എവിടെയാണ് മതം? ഫ്ലെക്സ് ബോർഡിൽ ഞാൻ മതം എഴുതിയിട്ടില്ല. ഇത് നിങ്ങൾ ഓരോന്ന് വ്യാഖ്യാനിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു സത്യം പറഞ്ഞു. ആ സത്യം ഇപ്പം ഞാൻ പറയണത് ഇതിനുള്ളിൽ വീഡിയോ എടുക്കരുത്. നിങ്ങൾക്കറിയില്ല. നിങ്ങളിവിടെ വന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് വീഡിയോ എടുക്കരുത് പറഞ്ഞോ. അപ്പം നമ്മളിതെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുക. ഈ 50 കൊല്ലമായിട്ട് ഇവരെ നിർത്താൻ ഇവർക്ക് വിഷയമില്ല. 50 കൊല്ലമായിട്ട് ഈ കുത്തക ഇങ്ങനെ ആക്കി നടത്താൻ അവർക്കാർക്കും ഒരു വിരോധമില്ല. ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഭയങ്കര പ്രശ്നമാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതല്ലേ. 2021 ഇവിടെ ഒരു BJP-യുടെ സ്ഥാനാർത്ഥി പോലും ഇല്ല. നോമിനേഷൻ കൊടുത്തപ്പോൾ തള്ളിപ്പോയി. അങ്ങനെ കൃത്യമായി നോമിനേഷൻ കൊടുക്കാൻ പോലും 2021 നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ BJP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത ഇടമാണ്. ജനങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അത് അവരുടെ തീരുമാനമല്ലേ? ഞാൻ ജനങ്ങളോടൊന്നും അല്ല, ഈ ഗുരുവായൂരിനെ കുറിച്ച് ഇത്രയും ആശങ്കപ്പെടുന്ന താങ്കൾക്ക് കഴിഞ്ഞ തവണ ഒരു കൃത്യമായ ഒരു നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത പാർട്ടിയുടെ പ്രതിനിധിയല്ലേ താങ്കൾ? അതെ, ഞാൻ ജനങ്ങളോട് അല്ല ഞാൻ കുറ്റം പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇവർ നിർത്തിയില്ല എന്നാണ് ചോദിക്കുന്നത്. ജനങ്ങളോട് പറയുന്നത് കണ്ടില്ലേ ഏത് ഈ അവഗണന എന്തിനോട്? ഞാൻ പറയട്ടെ, ഇവിടെ പാലയൂർ പള്ളിയുണ്ട്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്താണ് പാലയൂർ പള്ളി. ഇതൊരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ്. പാലയൂർ പള്ളിയും ഗുരുവായൂർ ക്ഷേത്രവും ചാവക്കാട് ബീച്ചും നിങ്ങൾ വേണമെങ്കിൽ നോക്കി. ഞാൻ 2 പോയിന്റ് പറയണമെന്ന് കേൾക്കണം.
ഇത് ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം. എന്താ ഇവർ തയ്യാറാവാത്ത? 1. 2, ഗുരുവായൂരിലെ കണ്ണൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. എത്രയാണെന്ന് എണ്ണിയാൽ തീരില്ല. എന്തുകൊണ്ടാണ് ഒരു ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നുവിടുക? ഈ നാട്ടിലെ പാവങ്ങൾക്ക്, ഈ നാട്ടിലെ ഈ കാര്യങ്ങൾ ഞാൻ തീർക്കാം, നിങ്ങൾ ചോദ്യം മാത്രം ചോദിക്കല്ലേ. ഈ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് ഒരു ആശുപത്രി ഉണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ, ഒരു പട്ടി പോലും പോകില്ല അങ്ങോട്ട്. ഒരു വികസനവും ഇവർ കൊണ്ടുവരില്ല. ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം. മനസ്സിലായില്ലേ? ഈ പാലിയൂർ പള്ളിയും ഗുരുവായൂർ ക്ഷേത്രവും ചാവക്കാട് ബീച്ച്, ചാവക്കാട് ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിനാ നാട്ടിൽ വികസനം ഉണ്ടാക്കാനാ, ഈ ദുർഗന്ധം കളയാനാ. നിങ്ങൾ വന്നിരുന്നു ഇവിടെ എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഇത് ശരിയല്ലല്ലോ. ഈ ഭഗവാൻ ദുർഗന്ധത്തിൻ്റെ മുകളിൽ ഇരിക്കേണ്ട ആളല്ല, മാലിന്യത്തിൻ്റെ മുകളിൽ ഇരിക്കേണ്ട ആളല്ല. ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു കുടിവെള്ളം ഞങ്ങൾ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ അതിൻ്റെ കൂടെ ഈ വർഗീയതയും കൂടെ കലർത്തി വിടുന്നത് കൊണ്ടാണ് ആളുകൾ ഗോപാലകൃഷ്ണനെ കാണുമ്പോ മുഖം തിരിക്കുന്നത്. നാട്ടുകാരാണ്ട് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലേ? ഞാനായിട്ടൊരു ബന്ധമില്ല. അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക. അതൊന്നും ചോദിച്ചിട്ട് ക്രിറ്റിസിസത്തിന് വരരുത്. യു മസ്റ്റ് ബി സ്ട്രെയിറ്റ്. ഓക്കെ, അതാ ഞാൻ ഗോപാലകൃഷ്ണനായിട്ടാണ് സംസാരിച്ചത്. മതം എന്ന് പറഞ്ഞിട്ട് എല്ലാം മതം. ഹിന്ദു എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിമാ, ക്രിസ്ത്യാനിയാ? അല്ല, ഗോപാലകൃഷ്ണൻ ഫാൻസ് ഇവരൊക്കെ ആരാന്ന് പോലും എനിക്കറിയില്ല. ഇവരൊക്കെ ആരാന്ന് പോലും ഇവരൊന്നും സത്യം പറയാലോ ഈ നിൽക്കുന്നവരൊന്നും അല്ല ഈ ഫാൻസ് ആണോ ഗോപാലകൃഷ്ണന്റെ? ഈ ഫാൻസ് ആണോ ഗോപാലകൃഷ്ണന്റെ? അല്ലല്ല, ഞാൻ അമ്പലത്തിൽ തൊഴാൻ വന്ന ആളാ. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഇപ്പൊ കേട്ടില്ലേ, ഞാൻ ഈ നാട്ടിൽ ശരി ഒരു മിനിറ്റ്, ഞാൻ ഭഗവാനെ തൊഴാൻ വന്ന ആളാ. ഇവരൊക്കെ ഇവിടെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് വന്നു നിന്ന ആൾക്കാർ, എനിക്ക് ആരാന്ന് പോലും അറിയില്ല. ഇതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം. ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി നമ്മൾ ക്ഷേത്രം ഉള്ളിടത്തെല്ലാം ഹിന്ദു MLA മാരെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഞാൻ പറയാലോ, പ്രശസ്തമായ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അല്ല ഗോപാൽജി, ഞാൻ പറയട്ടെ ഗോപാൽജി, ഹിന്ദു ഉള്ളിടത്തെല്ലാം അങ്ങനെ ആവാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് കൊണ്ടെന്നല്ലേ? ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് എത്രയോ പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട്. ആറ്റുകാലിൽ പൊങ്കാല നടക്കുമ്പോ അവിടെ അതല്ല, ഓക്കെ, ശരി. നമ്മൾ അതല്ല, ഒരു കാര്യം കൂടി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ പൊങ്കാല നടക്കുമ്പോ പള്ളികളിൽ ഹിന്ദുക്കൾക്ക് ഭക്ഷണവും വെള്ളവുമായ ആളുകൾ നിൽക്കുകയാണ്. അതാണ് നമ്മളുടെ കേരളം, അതാണ് മതേതര കേരളം. ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ 50 വർഷമായിട്ടുള്ള മറ്റേ ഇവിടുത്തെ MLA മാരുടെ പേരവിടെ എഴുതി വെച്ചു മാത്രമല്ല, അതിൽ ഇന്ന് ഇത്ര വലിയ പ്രകോപനം. ഞാൻ ഇവിടുത്തെ മതം, ഇവിടുത്തെ മതേതരത്വം, ഇവിടുത്തെ ആനക്കുട്ടി, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 50 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതാണോ മതേതരത്വം? ഒന്ന് പറയേ. ഇനി ഞാൻ 2 ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ കുട്ടിപ്പെടും. ഇവിടെ കൃഷ്ണദാസ് മുനിസിപ്പൽ ചെയർമാനാണ്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ വളരാൻ കോൺഗ്രസ് നേതാവാ, എന്നോട് ചോദിക്കുക. ഗുരുവായൂരുകാരനാ, എന്തിനാ തൃത്താലെ പറഞ്ഞേ? ഗീതാ ഗോപി നാട്ടിക മത്സരിക്കുന്നുണ്ട്, ഗുരുവായൂരുകാരിയാ, എന്തിനാ നാട്ടിക വിട്ടെ? ബേബി ജോൺ മാഷ് ഈ ഗുരുവായൂരുകാരനാ, എന്തിനാ മണലൂർ വിട്ടെ? ഞാനൊരു 100 ഉദാഹരണം പറയാം. ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവില്ല. അതിനൊക്കെ നിങ്ങൾ മതേതരത്വം ഒന്നും പറയാനുള്ളതല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി എവിടുന്നാ മത്സരിച്ചത്? പ്രധാനമന്ത്രി ഗുജറാത്തിൽ നിന്നല്ലേ? പ്രധാനമന്ത്രി ഗുജറാത്തുകാരനാണല്ലോ. പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചത്? പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഏതാ ഗോപാലകൃഷ്ണൻ? പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചേ? ഞാൻ തൃശ്ശൂർക്കാരനാ, ഞാൻ ഇവിടെ മത്സരിച്ചു. അല്ല, അപ്പൊ BJP-ക്കാർക്ക് ഇതാവാമോ? പ്രധാനമന്ത്രി എവിടെയാ മത്സരിച്ചത്? പ്രധാനമന്ത്രി ഗുജറാത്തുകാരനാ, വാരണാസിയിലാണ് മത്സരിച്ചത്. ചോദ്യമായിട്ട് അപ്പൊ മണ്ഡലം മാറി മത്സരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്നതല്ലേ ഇതൊക്കെ? എന്റെ കുട്ടിയെ, എന്റെ അല്ല രേണു,
രേണു പറയുന്നതിനകത്തൊരു ലോജിക്കില്ല. ഞാൻ മണ്ഡലം മാറി മത്സരിച്ചതിനെ കുറിച്ച് അല്ല പറയണത്. ഞാൻ 50 കൊല്ലമായിട്ടുള്ള ഗുരുവായൂരിന്റെ രാഷ്ട്രീയ ചരിത്ര പറയണേ. അത് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കും ആരൊക്കെ എവിടൊക്കെ മത്സരിക്കണമെന്ന്. അത് വേറെ ഏതെങ്കിലും അടിസ്ഥാനത്തിലാണോ? അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചോദ്യവും ഉന്നയിക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ. അതല്ല, വെറുതെ സിമ്പിൾ. രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കും ആര് മത്സരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഈ ചോദ്യം ഉന്നയിക്കും. അതെനിക്ക് ഉന്നയിച്ചൂടെ? ഇന്നലെ സുരേഷ് ഗോപിയുടെ കാര്യത്തിലുണ്ടായ കേസ് അറിയാലോ. അല്ല, ഞാനിപ്പോ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കിപ്പോ എന്താ, ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോവാ. സുരേഷ് ഗോപിയുടെ കാര്യം സുരേഷ് ഗോപിയോട് ചോദിക്കേ. അതെനിക്കറിയില്ല. ഞാൻ എന്റെ കാര്യം പറയണം. എന്റെ കാര്യം എന്താ ചോദിച്ചാൽ, സുരേഷ് ഗോപി നാളെ 4-ാം തീയതി ഇവിടെ രാധാസംഗമുണ്ട്. 5000 അമ്മമാര് വരുന്നുണ്ട്, സ്ത്രീകള് കൃഷ്ണനെ കാണാൻ. മനസ്സിലായില്ലേ? ഗുരുവായൂരിന്റെ ഗോപാലകൃഷ്ണനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് 5000 അമ്മമാര് 4-ാം തീയതി വൈകുന്നേരം. അതിൽ സുരേഷ് ഗോപി ഉണ്ട്. നിങ്ങൾ ചോദിച്ചോ. അല്ല, ഇതിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള വിധിയെഴുത്ത് ഗോപാലകൃഷ്ണന്റെ മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ മാറ്റുമോ? എനിക്ക് ഇവരാണ് എന്റെ ശക്തി. ആൾക്കാർ ഞാനത് കോൺഗ്രസ്സുകാരനടക്കമുള്ള ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ. കാരണം ഞാൻ ഒരു സത്യം പറഞ്ഞതിന് എന്നെ കുരിശുമ്പോൾ കയറ്റാണ്. അങ്ങോട്ട് ക്രൂശിക്കട്ടെ, അങ്ങനെ തൂക്കിലേറ്റെന്ന് എനിക്കിതിനോട് ഒരു വിഷമവും ഭയമോ പ്രയാസവും ഇല്ല. 6 വർഷത്തെ ഡീബാർ ചെയ്യട്ടെന്ന്. ഇതെന്തോന്നാണ് ഡീബാർ ചെയ്യട്ടെ? ഞാനിപ്പോ നിയമസഭയിൽ പോയിരുന്ന് കസേരയിലിരുന്ന് അധികാരത്തിന് മുകളിൽ ഇരിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് 100 രാഷ്ട്രീയ പാർട്ടി കെ കരുണാകരൻ ഗോപാലകൃഷ്ണൻ വിളിച്ചതാണ്, ബേബി ജോൺ മാഷ് ഗോപാലകൃഷ്ണൻ വിളിച്ചതാണ്. എനിക്കൊരു ആശയമുണ്ട്, എനിക്കൊരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ പരിധിയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അത് വിട്ടിട്ടുള്ള ഒരു നമ്മുടെ നിയമപരിധിക്കുള്ളിലാകണം എന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ചെയ്താൽ അത് നിയമ നടപടി നേരിടേണ്ടി വരും. നിയമപരിധിക്കുള്ളിലാണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ രേണുവാണോ? അല്ലല്ല, നിയമപരിധിക്കുള്ളിലുള്ളതാണോ എന്നുള്ള ചോദ്യമാണല്ലോ വരുന്നത്. ഞാൻ നിയമപരിധിക്കുള്ളിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല, ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ല, അത് കോടതിയല്ലേ. ഞാൻ വാദിച്ചോളാന്നേ. നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? പാർട്ടിയുടെ പിന്തുണയുണ്ടോ ഇതില്? അത് പാർട്ടിയുടെ ആൾക്കാരോട് പോയി ചോദിക്കേ, എന്നോട് ചോദിക്കാം. പിന്തുണയുണ്ടോ ഇല്ലെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ പത്രമൊന്നും കൃത്യമായി വായിക്കാറില്ലേ? രാജീവ് ചന്ദ്രശേഖരന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അറിഞ്ഞില്ലേ? വെറുതെ ചോദിച്ച് പ്രകോപിപ്പിക്കണ്ട. നിങ്ങൾക്ക് എന്റെ ഒന്നും കിട്ടില്ല. സമയം കളയണ്ട. ഞാൻ ഈ ഭഗവാന് കൊണ്ട് ഇത് കൊടുത്തിട്ട് വരാം. എന്തായാലും ഈ ഉയരുന്ന വിമർശനങ്ങൾ ഒന്നും ഒരു തരത്തിലും തന്നെ ബാധിക്കില്ല എന്നതാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. താൻ ഈ നിയമത്തിന്റെ പുറത്തുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, നിയമത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് താൻ പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്തായാലും ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ ശക്തമായി കൊണ്ടുപോവുകയാണ് ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനകൾ പ്രധാന ചർച്ചയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, ന്യൂസ് 18.